നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനെ ആക്രമിക്കുക ലക്ഷ്യമിട്ട് ഒരു ആണവ അന്തർവാഹിനി ഇറാന് നേർക്കടുക്കുന്നു. ബ്രിട്ടന്റെ ന്യൂക്ലിയർ സജ്ജീകരണങ്ങളുള്ള അന്തർവാഹിനിയെ ഇപ്പോൾ അറബിക്കടലിൽ വിന്യസിച്ചുവെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട്. ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളുള്ള HMS ആൻസൺ എന്ന അന്തർവാഹിനിയെയാണ് ഇപ്പോൾ അറബിക്കടലിൽ അവർ വിന്യസിച്ചിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം രൂക്ഷമായാൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ അന്തർവാഹിനിക്ക് ഇറാൻ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്രിട്ടൻ ഇപ്പോൾ യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. യുദ്ധത്തോട് മുഖം തിരിച്ചു നിന്നിരുന്നു ആദ്യഘട്ടത്തിൽ US-ന്റെ മുഖ്യ സഖ്യരാജ്യമായ ബ്രിട്ടൻ. കെയർ സ്റ്റാമറെ പലപ്പോഴും ട്രംപ് വിമർശിച്ചു. യുദ്ധം വ്യാപിക്കുമെന്നും ഇതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നും അപ്പോൾ സമയം വൈകിപ്പോകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമിസ് കടലിടുക്കിനെ രക്ഷപ്പെടുത്താൻ ബ്രിട്ടൻ്റെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും സഹായം നേരത്തെ ട്രംപ് തേടിയിരുന്നു. എന്നാൽ അപ്പോഴും മുഖം തിരിച്ചു നിന്ന ബ്രിട്ടനോട് ട്രംപ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഹോർമിസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ പിടിമുറുക്കുന്നു. മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. അമേരിക്കയെ ഇത്തരമൊരു ഘട്ടത്തിൽ സഹായിച്ചില്ല എങ്കിൽ ഭാവിയിലത് തങ്ങൾക്ക് വലിയ വിന വരുത്തി വയ്ക്കുമെന്ന് ബ്രിട്ടൻ അറിയാം. ബ്രിട്ടൻ്റെ വ്യോമ പ്രതിരോധം പൂർണ്ണമായി സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. തുടർന്നും അത്തരമൊരു സംരക്ഷണവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലും വേണമെങ്കിൽ അവരോടൊത്തു നിൽക്കണമെന്ന് ബ്രിട്ടൻ ഒടുവിൽ തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് കെയർ സ്റ്റാമർ ഇക്കഴിഞ്ഞ ദിവസം ഹോർമിസ് കടലിടുക്കിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണ ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ തങ്ങളുടെ താവളങ്ങൾ വിട്ടുകൊടുക്കാനുള്ള അനുമതി നൽകുന്നത്. ബ്രിട്ടൻ തങ്ങളുടെ സഹകരണം വാഗ്ദാനം ചെയ്തതോടെ ട്രംപ് തൻ്റെ വാക്കുകൾ കടുപ്പിച്ചു. വരുന്ന 48 മണിക്കൂറുകൾക്കുള്ളിൽ ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു തരണം. അതല്ല എങ്കിൽ ഏറ്റവും ശക്തമായ ആക്രമണത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് സഹകരണം വാഗ്ദാനം ചെയ്തതിൻ്റെ അടുത്ത നിമിഷങ്ങളിൽ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ എന്ന UK-US സംയുക്ത സേനാ കേന്ദ്രത്തിന് നേർക്കാണ് ഇറാൻ ആക്രമണം തൊടുത്തത്. ഇറാനിൽ നിന്ന് 2360 മൈലുകൾ അപ്പുറത്താണ് ഡീഗോ ഗാർഷ്യ. ഇറാനിൽ നിന്ന് 2360 മൈലുകൾക്കപ്പുറത്ത് ഒരു ആക്രമണം നടത്താൻ ഇറാന് സാധിക്കും എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിയ ആക്രമണം. ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ തകർത്തു, മറ്റൊന്ന് യാത്രാപഥിയെ തകർന്നു വീണു. എങ്കിലും തങ്ങളുടെ മിസൈലുകളുടെ ദൂരപരിധി കൃത്യതയോടെ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു. ഇറാന്റെ പ്രഹരശേഷിയുടെ അപകടം മനസ്സിലാക്കിയ UK പെട്ടെന്ന് തന്നെ അപകട സാധ്യത തിരിച്ചറിഞ്ഞു. തുടർന്നാണ് ആണവ അന്തർവാഹിനി മേഖലയിൽ വിന്യസിച്ചത്. 2609 മൈൽ അകലെയുള്ള പാരീസും 2750 മൈൽ അകലെയുള്ള ലണ്ടനുമൊക്കെ തങ്ങളുടെ ആക്രമണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഇറാന് കഴിയും എന്ന് ഇറാൻ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹോർമിസ് കടലിടുക്കിൽ അമേരിക്കയുമായി സഹകരണമുറപ്പിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ പുതിയ മിസൈൽ ആക്രമണത്തിലൂടെ ലണ്ടനെ ലക്ഷ്യം വയ്ക്കുമോ? ഇതേ തുടർന്നാണ് ആണവ അന്തർവാഹിനി വിന്യസിക്കാൻ ബ്രിട്ടൻ തീരുമാനമെടുത്തത്. നേരത്തെ ഇറാൻ ലോകത്തോട് വ്യക്തമാക്കിയിരുന്നത് ഇസ്രയേലാണ് തങ്ങളുടെ ആക്രമണ ലക്ഷ്യമെന്ന്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ദൂരപരിധിയുള്ള മിസൈലുകൾ മാത്രമേ തങ്ങൾ ഇപ്പോൾ വികസിപ്പിക്കുന്നുള്ളൂ എന്നതായിരുന്നു ഇറാന്റെ അവകാശവാദം. എന്നാൽ അവയ്ക്കപ്പുറം ഇറാൻ മറ്റു പലതുകൂടി ലക്ഷ്യമിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ മിസൈലുകളുടെ ദൂരപരിധി. ബാലിസ്റ്റിക് ആക്രമണങ്ങളിൽ നിന്ന് യൂറോപ്പിനെ രക്ഷപ്പെടുത്താൻ കിഴക്കൻ യൂറോപ്പിലുടനീളം നിലയുറപ്പിച്ചിട്ടുള്ളത് അമേരിക്കൻ SM-3 പ്രതിരോധ സംവിധാനങ്ങളാണ്. റോക്കറ്റുകൾ തടയാൻ ജർമ്മനി ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈലുകളെ ആശ്രയിക്കാൻ ബ്രിട്ടൻ നിർബന്ധിതരാകും. ബ്രിട്ടന്റെ കടുത്ത തീരുമാനമാണ് ഇപ്പോൾ ലോകത്തെ അമ്പരപ്പിക്കുന്നത്. യുദ്ധമുന്നണിയിലേക്ക് ബ്രിട്ടൻ കൂടി കടന്നു വരുന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടി. മറുവശത്ത് ഇസ്രായേൽ ഇപ്പോൾ രൂക്ഷമായ ആക്രമണഘട്ടത്തിലേക്ക് കടക്കുന്നു. ഹോർമിസ് കടലിടുക്ക് മോചിപ്പിക്കണമെങ്കിൽ ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തണമെന്ന് ട്രംപിനും ഇപ്പോൾ ബോധ്യം വന്നു. വരുന്ന 48 മണിക്കൂറുകൾ ഞങ്ങൾ നോക്കും. അതിനുശേഷവും ഹോർമിസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ അതിശക്തമായ ആക്രമണം നിങ്ങളുടെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടാകും എന്നാണ് ട്രംപ് ഇപ്പോൾ ഇറാനോട് പറയുന്നത്. അത്തരമൊരു ആക്രമണമുണ്ടായാൽ ഇറാൻ കൂടുതൽ ലക്ഷ്യമിടുന്നത് GCC രാജ്യങ്ങളെയാവും.
ഗൾഫ് രാജ്യങ്ങളുടെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണത്തിന് ഇറാൻ ശ്രമിക്കും. ഇത് മുൻകൂട്ടി കണ്ടുള്ള യുദ്ധതന്ത്രമാണ് ട്രംപ് ഇപ്പോൾ മെനയുന്നത്. മേഖലയിലുടനീളം ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾക്കും ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്കും ഭീഷണിയാണ് എന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയ വിവരം പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടൻ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന 2 താവളങ്ങളിലൊന്നാണ് ഡിഗോ ഗാർസിയ. 2500ഓളം ആളുകൾ ഈ വ്യോമതാവളത്തിലുണ്ട്. ഭൂരിഭാഗവും അമേരിക്കൻ സൈനികർ. വിയറ്റ്നാമിൽ നിന്ന് ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള US സൈനിക നടപടികളും യമനിലെ ഹൂതി വിമതർക്കെതിരെയുള്ള ആക്രമണത്തിനും ഈ ദ്വീപാണ് അമേരിക്കയും ബ്രിട്ടനും ഉപയോഗപ്പെടുത്തുന്നത്. അമേരിക്കയുമായും ബ്രിട്ടനുമായും വലിയ ചങ്ങാത്തത്തിലുള്ള UAE, ബഹ്റിൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇതുവരെ ഇസ്രയേൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ UK ശരിവയ്ക്കുന്നു. ഇസ്രയേലിന് നേർക്ക് അയക്കാൻ പാകത്തിലുള്ള 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ മാത്രമല്ല ഇറാന്റെ പക്കലുള്ളത്. മാരകമായ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ സ്റ്റോക്ക് അവരുടെ പക്കലുണ്ട്. ദുബായ് അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളെ തളർത്തുകയാണ് ഇറാൻ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന കാര്യം. നേരത്തെ ഇറാനുമായി ഒരു സമവായ നയതന്ത്രമായിരുന്നു UAE പിന്തുടർന്നിരുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദുബായ് ഇപ്പോൾ അപകടകരമായ നഗരം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയ പിരിമുറുക്കമാണ് ദുബായ് അടക്കമുള്ള നഗരങ്ങൾ ഇപ്പോൾ നേരിടുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടുന്ന ഒരു നഗരമായി ഈ സുവർണ നഗരം മാറിയിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ആ നഗരത്തിൻ്റെ ആകാശത്തെപ്പോഴും വെടിയൊച്ചകൾ കേൾക്കാം. പശ്ചിമേഷ്യൻ യുദ്ധം ഗൾഫ് സാമ്പത്തിക രംഗത്തെ രൂക്ഷമായി ബാധിച്ചു. സംഘർഷത്തിന്റെ ആഘാതം ഇപ്പോൾ UAEയിൽ വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് ടൂറിസം, വ്യാപാരം, ധനകാര്യം എന്നീ മേഖലകളിൽ. ടൂറിസം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ദുബായിയുടെ നിലനിൽപ്പ്. ഏറ്റവും കൂടുതൽ ഈ യുദ്ധം ബാധിച്ചതും ഹോസ്പിറ്റാലിറ്റി മേഖലയെ. ടൂറിസം മേഖലയിലുള്ള മാന്ദ്യം ദുബായിയെ ഇപ്പോൾ പിന്നോട്ടടുപ്പിക്കുന്നു. ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല കൂപ്പുകുത്തുകയാണ്. മലയാളികളടക്കം ഇന്ത്യക്കാർ പൊതുവെ ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന കാലഘട്ടമായിരുന്നു ഇത്. ഇപ്പോഴിതാ 30 മുതൽ 40% വരെ ഇടിവാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ടൽ റൂമുകളുടെ ബുക്കിംഗ് കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യുന്നു. ഹോട്ടലുകളുടെ റേറ്റ് അടക്കം വല്ലാത്ത പതനത്തിലാണ്. സമാനമാണ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെയും അവസ്ഥ. പേർഷ്യൻ ഗൾഫിലുടനീളം ഇറാനുമായി സാമീപ്യം പുലർത്തുന്ന UAE മിസൈൽ ഭീഷണികൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ നേരിടുന്നു. പാശ്ചാത്യ സഖ്യകക്ഷികളുമായി തന്ത്രപരമായ സഖ്യത്തിലാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ ഇടപെട്ടിരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഇറാനുമായി ആശയവിനിമയ മാർഗങ്ങൾ അവർ തുറന്നിട്ടിരുന്നു. ചരിത്രപരമായി ഈ ജാഗ്രതയോടെയുള്ള നയതന്ത്രമാണ് UAE സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കാരണവശാലും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് അവർ ചിന്തിച്ചതേയില്ല. ആഗോള വ്യാപാര ടൂറിസ കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോൾ ദുബായിയുടെ പങ്ക് ഭൗമ രാഷ്ട്രീയ ആഘാതങ്ങൾക്ക് വിധേയമാകുന്നു. ഷിപ്പിംഗ് റൂട്ടുകൾ പൂർണ്ണമായി തടസ്സപ്പെട്ട നിലയിൽ. റിയൽ എസ്റ്റേറ്റ്, വ്യോമയാനം, ടൂറിസം തുടങ്ങിയ മേഖലകൾ ആകപ്പതനത്തിലാണ്. UAEയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ മോഡിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്നു നിൽക്കുന്നു. ചുരുക്കത്തിൽ ഇറാനെ തളയ്ക്കേണ്ട ആവശ്യകത ഇപ്പോൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ബോധ്യമായി. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ കട്ടയ്ക്ക് നിലപാടെടുത്തത്. ഇറാനെതിരെയുള്ള യുദ്ധമുന്നണിയിലേക്ക് തങ്ങളും ചേരുന്നു എന്ന സന്ദേശം ഇറാന് നൽകുകയായിരുന്നു സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന്. ബ്രിട്ടൻ കൂടുതൽ കടുപ്പിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വലിയ സമ്മർദ്ദത്തിലാണ്. മറുവശത്ത് ഏറ്റവും ശക്തമായ യുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്തുക മാത്രമേ മാർഗമുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.